താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 15 ദിവസത്തെ ക്ലാസ്സിലൂടെ സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ 15 ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ പറയാം. EFT എന്ന് പറയുന്ന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് അതിന് ശേഷം എനിക്ക് കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഞാൻ ടീച്ചറുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിലെ ഫോൺ നമ്പർ കണ്ടാണ് ഞാൻ ടീച്ചറെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എന്നോട് EFT ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിൻ്റെ വിഷമമൊക്കെ മാറുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ആയപ്പോൾ തന്നെ ആദ്യം തന്നെ എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആദ്യമായി മാറ്റം വന്നത് എൻ്റെ മകൻ്റെ കാര്യത്തിലായിരുന്നു. അത് ഞാൻ ടീച്ചറെ വിളിച്ച് അറിയിച്ച്. അപ്പോൾ ടീച്ചറിനും സന്തോഷമായി, എനിക്കും സന്തോഷമായി. അതിന് ഞാൻ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആളായിരുന്നു. അതിനെല്ലാം എനിക്ക് പരിഹാരമൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും മാനസിക വിഷമത്തോടെ ആയിരുന്നു എഴുന്നേറ്റിരുന്നത്. പിന്നീട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അതൊക്കെ മാറി. ടീച്ചർ പറഞ്ഞു തോട്ട്സ് എല്ലാം പോസിറ്റീവാക്കി മാറ്റണം, നെഗറ്റീവൊക്കെ ഒഴിവാക്കണം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് രാവിലെ എഴുന്നേറ്റ് 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. അതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നീട് എനിക്ക് ജോലിയുണ്ട്. അതിനകത്ത് എനിക്ക് പ്രമോഷൻ വന്ന്. നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് എനിക്ക് പ്രമോഷൻ ഓർഡർ വന്നെങ്കിലും 2 മാസത്തിനുള്ളിൽ ഞാൻ പ്രമോഷനായിട്ട് കയറും. ഞാൻ അതും ടീച്ചറെ എന്ത് പോസിറ്റീവ് വന്നാൽ ഞാൻ ടീച്ചറിനെയാണ് ആദ്യം വിളിച്ച് അറിയിക്കുന്നത്. കാരണം ടീച്ചർ കാരണമാണല്ലോ ഞാനിപ്പോൾ പോസിറ്റീവിലോട്ട് വരാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഒരു സ്ഥിര വരുമാനമുള്ള ജോലി ഇല്ലാതിരുന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഒരാൾ രാവിലെ വിളിച്ചിട്ട് പറയുന്നത് ഇതുപോലെ സ്ഥിരമായിട്ട് ഇതുപോലൊരു ജോലിയുണ്ട്, വരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്നേരം തന്നെ പറഞ്ഞു ഞാൻ വരാമല്ലോ. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ പോയി. ആഴ്ചയിലേ വീട്ടിൽ വരാൻ പറ്റുകയുള്ളൂ. അതിന് ദിവസം നല്ല സാലറിയും കിട്ടുന്നുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നു. അതാണ് അതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ ടീച്ചറോട് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ടീച്ചറിൻ്റെ കാര്യങ്ങൾ പറയുന്നത് പോലെ നമ്മൾ കേൾക്കാമെങ്കിൽ, ടീച്ചറെന്ന് പറയുന്നത് കളങ്കമില്ലാത്ത രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് എല്ലാം നമ്മളോട് സംസാരിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ ചെയ്താലാണെങ്കിൽ ഏത് സമയം വിളിച്ചാലും ടീച്ചർ എടുക്കും. അഥവാ ടീച്ചർ എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോയാലും തിരിച്ച് നമ്മളെ വിളിക്കും. അങ്ങനൊരു കാര്യമുണ്ട്. നമ്മളെന്ന് പറയുന്നത് നമ്മളൊരു ടീച്ചറിന് ക്ലാസ്സിന് പോയാൽ ടീച്ചർ നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനോടുള്ള താല്പര്യം അങ്ങ് പോകും. ഇതിപ്പോൾ നമ്മൾ 2-3 ദിവസം വിളിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കും എന്താ ലിജിനെ എന്താ ഇപ്പോൾ വിളിക്കുന്നില്ലല്ലോ, എന്തോ ഉണ്ട്, സുഖമാണോ, എന്തോ വിളിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പം നമുക്കൊരു ആത്മവിശ്വാസവും സന്തോഷം, നമ്മളുടെ കൂടുള്ള ഒരാളായിട്ട് നിന്ന് നമ്മുടെ കാര്യങ്ങൾ പരിഹരിച്ചു തരും. എത്ര തിരക്കാണോ ടീച്ചറെ, നമ്മൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. നമ്മൾ എന്ത് സന്തോഷം പറഞ്ഞാലും ഒരു പൊട്ടിച്ചിരിയുണ്ട്. ആ ചിരി കേൾക്കുമ്പോഴേക്കും നമുക്ക് പകുതി അങ്ങ് ആശ്വാസമാവും. കാരണം നമ്മൾ പറയുമ്പം നല്ലപോലെ ചിരിച്ച് നമ്മളോടൊപ്പം തന്നെ സന്തോഷമായാലും ദുഃഖമാണെങ്കിൽ പറയും അങ്ങനെ ദുഃഖിക്കരുത്, നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ എപ്പോഴും സന്തോഷവതിയായിരിക്കണം, നിന്റെ ഇതൊക്കെ മാറുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഏറ്റവും അടുത്ത ഒരാൾ നമ്മളോട് ഇങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ തന്നെ നമുക്കൊരു പ്രചോദനമാണ്. ഇതെല്ലാം